എല്ലാവർക്കും നല്ല നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊരട്ടി സെൻറ്റ് മേരീസ് ഫൊറോന ദേവാലയത്തിൻ്റെ തൊട്ടുമുന്നിലാണ്. നമ്മുടെ കൊരട്ടിമുത്തിയുടെ ദേവാലയത്തിന് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. നമുക്കറിയാം, എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങളുണ്ടായിരുന്നു. പല ഇടവകളിലും വിശ്വാസികൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുന്ന വിഷയങ്ങളുണ്ടായിരുന്നു. ഇതിനൊരു അറുതി വീണത് ഇരുകൂട്ടരും ഇതിനൊരു തീരുമാനമെടുത്തിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഞായറാഴ്ചകളിലും കടപ്പെട്ട തിരുനാളുകളിലും കടപ്പെട്ട ദിവസങ്ങളിലും ഒരു കുർബാന, സിന്നഡ് കുർബാന ചൊല്ലാമെന്നൊരു തീരുമാനം രൂപതാ വൈദികർ എടുത്തിരുന്നു. ഇത് പ്രകാരം പല പള്ളികളിലും ഒരു പ്രത്യേക സമയത്ത് സിന്നഡ് കുർബാന അർപ്പിച്ചിരുന്നു. എന്നാൽ ഇന്ന് ഞായറാഴ്ച കൊരട്ടി ഫൊറോനയ്ക്ക് കീഴിലുള്ള പല പള്ളികളിലും വികാരിയച്ചന്മാർ ഒരു അറിയിപ്പ് വായിക്കുകയുണ്ടായി. ഇത് ഡീക്കന്മാരുടെ തിരുപ്പട്ട ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് ഈ നേരത്തെ ഉണ്ടാക്കിയ സമവായത്തിൽ അവർക്ക് തിരുപ്പട്ടം കൊടുക്കാമെന്നുള്ള ഒരു തീരുമാനമായിട്ട് വന്നിരുന്നു. പക്ഷേ ആ തീരുമാനത്തിൽ നിന്നും അപ്പസ്റ്റോലിക് അഡ്മിനിസ്ട്രേറ്ററായിട്ടുള്ള ബോസ്കോ പുത്തൂർ പിതാവും അതുപോലെ തന്നെ കൂരിയായും പിന്നോക്കം പോയതിൻ്റെ പശ്ചാത്തലത്തിൽ ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നത് വരെ, അതായത് ഇനി മുതൽ ഇന്നത്തെ ദിവസമായിരിക്കും ഈ സിന്നഡ് കുർബാന അവസാനമായി ചൊല്ലുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ ഈ സിന്നഡ് കുർബാന ഉണ്ടാവില്ല, ജനാഭിമുഖ കുർബാന മാത്രമായിരിക്കും ഈ ഇടവകളിൽ ഉണ്ടാകുക എന്നുള്ളൊരു അഭിപ്രായം കൊരട്ടി ഫൊറോനയ്ക്ക് കീഴിലുള്ള പല പള്ളികളിലും, അതായത് ശാന്തിപുരം, സാൻജോ നഗർ, മേലൂർ തുടങ്ങിയ പ്രധാനപ്പെട്ട ചില പള്ളികളിൽ അറിയിപ്പ് വായിക്കുകയുണ്ടായി. എന്നാൽ കൊരട്ടി ഫൊറോന പള്ളിയിൽ ഇത്തരത്തിലുള്ളൊരു തീരുമാനമോ മറ്റു കാര്യങ്ങളോ വികാരിയച്ഛൻ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. വീണ്ടും കുർബാന വിഷയം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഉയരുകയാണ്. സമവായമുണ്ടായിരിക്കുന്ന വിഷയത്തിൽ നിന്നും പിന്നോക്കം പോയതിൻ്റെ അടിസ്ഥാനത്തിലാണ് രൂപതാ വൈദികർ ഇത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതുമാത്രമല്ല, അതിരൂപതാ സംരക്ഷണ സമിതിയുടെ കൺവീനറായിട്ടുള്ള ഫാദർ സെബാസ്റ്റ്യൻ തലയൻ്റെ പേരിൽ ഇറങ്ങിയിട്ടുള്ള ഒരു കത്തിൽ പറയുന്നതും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. അതിരൂപത കൂരിയ അനാഥമായി കിടക്കുന്നു, അപ്പസ്റ്റോലിക് അഡ്മിനിസ്ട്രേറ്റർ അവിടെയില്ല, കൂരിയ അംഗങ്ങളില്ല, ഇത് ആരോടും പറയാതെയാണ്, വിശ്വാസികളോടൊക്കെ പറയാതെയാണ് ഇവർ എവിടേക്കോ പോയിരിക്കുകയാണ് തുടങ്ങിയവ ലെറ്ററിൽ സൂചിപ്പിക്കുന്നുണ്ട്. എന്തായിരുന്നാലും കുർബാന തർക്കത്തിൻ്റെ വിഷയങ്ങൾ അവസാനിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വീണ്ടും ഇടവകളിൽ ഈ പ്രശ്നം ഉയരാനായിട്ടുള്ള സാധ്യതയുണ്ട്. പല പള്ളികളിലും ഇപ്പോൾ തന്നെ ഈ തീരുമാനപ്രകാരം ഉണ്ടാക്കിയിട്ടുള്ള സിന്നഡ് കുർബാന ചെല്ലുന്നില്ല. ഇനി ചൊല്ലിക്കൊണ്ടിരിക്കുന്ന പള്ളികളിൽ ഈ ഡീക്കന്മാർക്ക് പട്ടം കിട്ടാത്തതിൻ്റെ പശ്ചാത്തലത്തിൽ ഞങ്ങളിനി സിന്നഡ് കുർബാന ചൊല്ലുകയില്ല എന്നുള്ളൊരു തീരുമാനം കൂടി വൈദികർ അറിയിച്ചിരിക്കുകയാണ്. എന്നാൽ കൊരട്ടി ഫൊറോന പള്ളിയിൽ ഇവിടുത്തെ പുതിയതായിട്ട് ചാർജ് എടുത്തിട്ടുള്ള ഫാദർ ജോൺസൺ കക്കാട്ട് എന്ന് പറയുന്ന വൈദികൻ ഇത്തരത്തിലുള്ള അറിയിപ്പുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ എനിക്ക് ഈ രൂപതയിൽ നിന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ അങ്ങനെ ഒരു കാര്യം വായിച്ചിട്ടില്ല എന്നുള്ളൊരു വിവരമാണ് ജെഫേസിനോട് പറഞ്ഞത് എന്നുള്ള കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രശ്നങ്ങൾ ഗുരുതരമാകാതിരിക്കട്ടെ, വിഷയങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കപ്പെടട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്.